അണക്കര ചക്കുവള്ളം വലിയപാറ ഭാഗത്ത് സ്വകാര്യ വ്യക്തിയുടെ വസ്തുവിൽ മൊബൈൽ ടവർ നിർമ്മിക്കുന്നതിനെതിരെ പ്രതിഷേധ സമരം നടത്തുമെന്ന് പൗരസമിതി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഹൈറേഞ്ച് ഹൈപ്പർമാർട്ട് കട്ടപ്പന, ചെറുതോണി, അണക്കര, ഏലപ്പാറ. ടവർ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രദേശത്തെ ജനങ്ങൾ ആശങ്കയിലാണ്. ടവർ നിർമ്മിക്കുന്ന സ്ഥലത്ത് നിന്ന് 10 അടി പോലും അകലെയല്ലാതെ 4 വീടുകളും അതിനോട് ചേർന്ന് 50 മീറ്ററിനുള്ളിൽ 75 വീടുകളും 30 മീറ്ററിനുള്ളിൽ ഒരു അംഗൻവാടിയും ഒരു ചർച്ചുമുണ്ട്. മേൽപ്പറഞ്ഞ വീടുകളിലെല്ലാം തന്നെ ഗുരുതര രോഗമുള്ളവരും പ്രായമായവരുമുണ്ട്. ടവർ നിർമ്മാണവുമായി ബന്ധപ്പെട്ടവർ പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നതെന്നാണ് ആക്ഷേപം. ഞങ്ങൾ ചക്കുവള്ളം വില്ലേജ്, ചക്കുവള്ളം പഞ്ചായത്ത് 11-ാം വാർഡിലെ വലിയപാറ ഭാഗത്ത് താമസിക്കുന്ന ആൾക്കാരാണ്. ഞങ്ങൾ ഇന്നിവിടെ ഈ വാർത്താസമ്മേളനം വിളിക്കാനുണ്ടായ കാരണം, ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ബിനോയ് ജോസഫ് കരിമുതറ എന്നൊരാൾ, ഇയാൾ സ്ഥലത്തിൻ്റെ അതിർത്തിയോട് ചേർന്ന് ഒരു മൊബൈൽ ടവർ നിർമ്മിക്കുന്നതിന് വേണ്ടി ഇൻഡെക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുമായി ഒരു ധാരണയുണ്ടായി. പക്ഷേ ഈ ടവർ നിർമ്മിക്കുന്നതിൻ്റെ 10 അടി പോലും വ്യത്യാസമില്ലാതെ ഒരു 4 വീടുകളും അതിൻ്റെ 30 മീറ്റർ ചുറ്റളവിൽ ഒരു അംഗൻവാടിയും ഒരു ചർച്ചും, അതിന് 50 മീറ്റർ ചുറ്റളവിൽ ഒരു 75ഓളം വീടുകളുണ്ട്. ഈ വീടുകൾ നിൽക്കുമ്പോൾ തന്നെ, ഇത് ഇങ്ങനെയുള്ളപ്പോൾ തന്നെ ഈ ടവർ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇവർ വരികയും ഇതിൻ്റെ തുടക്കം മുതൽ യാതൊരു മാനദണ്ഡങ്ങളും, ടവർ നിർമ്മാണത്തിന് വേണ്ട യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് അവർ ഈ പദ്ധതി മുന്നോട്ട് പോകുന്നത്. കാരണം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നതിനിടയ്ക്ക് അതിൻ്റെ മധ്യഭാഗത്തായിട്ട് ഒരു ടവർ വരുമ്പോൾ ജനങ്ങൾക്ക് പലവിധ ആശങ്കകളുണ്ടാകും. ഈ ആശങ്കകളൊന്നും കണക്കിലെടുക്കാതെ, അവർക്കുണ്ടാകുന്ന യാതൊരു ആശങ്കകളും കണക്കിലെടുക്കാതെ പരിഹരിക്കുന്നതിനോ ഇതുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു തയ്യാറായിട്ടില്ല. നിലവിൽ ഒരു ടവർ നിർമ്മിക്കുന്നതിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന വീട്ടുകാരോട് പോലും ഈ നിർമ്മാണ ടവർ നിർമ്മിക്കുന്നവരോ അതുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലം കൊടുത്തവരോ ഇതുമായിട്ട് സംസാരിക്കാൻ വേണ്ടി ഇതുവരെയും തയ്യാറായിട്ടില്ല. ഒരു ദിവസം പെട്ടെന്ന് ടവർ നിർമ്മാണമായിട്ട് സാമഗ്രികളുമായിട്ട് ആൾ വരുമ്പോഴാണ് ആ പ്രദേശത്തുള്ളവർ ഈ കാര്യങ്ങൾ അറിയുന്നത് തന്നെ. അപ്പോൾ തന്നെ വലിയ പ്രതിഷേധങ്ങളും പ്രശ്നങ്ങളൊക്കെ അവിടെ ഉയർന്നു വരികയും ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർക്കും ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ സ്ഥല MLA വാർഡ് സോമനും ചക്കുവള്ളം ഗ്രാമപഞ്ചായത്തിലെല്ലാം പരാതികൾ പോയിട്ടുണ്ട്. വലിയ മാസ് പെറ്റീഷൻ തന്നെ അവിടെയുള്ള ജനങ്ങളെല്ലാം ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. തൊഴിലാളികളും സാധാരണക്കാരുമാണ് അവിടെയുള്ളത്. എന്നാൽ അവർക്കുണ്ടാകുന്ന ആശങ്കകൾ കണക്കിലെടുക്കുന്നതിനോ അത് പരിഹരിക്കുന്നതിനോ ഇതിന് ബാധ്യസ്ഥരായവർ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നും, നിലവിൽ ടവർ നിർമ്മിക്കുന്നതിന് ഏറ്റവും അടുത്ത് താമസിക്കുന്ന കുടുംബങ്ങളോട് പോലും ഇതിനെപ്പറ്റി സംസാരിക്കുന്നതിന് സ്ഥലം കൊടുത്ത വ്യക്തിയോ ടവർ നിർമ്മാണക്കാരോ തയ്യാറായിട്ടില്ല എന്നുമാണ് പരാതി ഉയർന്നത്. പ്രത്യേകിച്ച് ഒരു ഗ്രാമപ്രദേശത്ത് കുറേ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലത്തിൻ്റെ നടുക്കായിട്ട് ഒരു ടവർ വരികയാണ്. ആ ടവർ വരുന്നത് കൊടുത്തിരിക്കുന്ന സ്ഥലത്തിന് ഒരു 100 മീറ്റർ പോലും പോകാതെ ഒരു അംഗൻവാടി, ഒരു പള്ളി, അതിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്നത് വീടുകളിലെല്ലാം തന്നെ പ്രായമായവരും നല്ല രീതിയിലുള്ള ഗുരുതരമായിട്ടുള്ള രോഗങ്ങൾ ബാധിച്ചവരുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ഊഹിക്കാം, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഒരു ഗ്രാമപ്രദേശത്ത് ഇത്രയും തിങ്ങിപ്പാർക്കുന്നതിന് നടുക്കായിട്ട് ഒരു ടവർ വരുമ്പോൾ പ്രത്യേകിച്ച് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് സ്വാഭാവികമായിട്ടും നിരവധി ആശങ്കകൾ ഉണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ളൊരു പ്രവർത്തനം ഈ ഇൻഡസ് എന്ന് പറയുന്ന ഒരു കമ്പനി ഈ ടവർ നിർമ്മാണമായിട്ട് മുന്നോട്ട് വരുമ്പോൾ, ഒപ്പം ഇതിനുവേണ്ടി സ്ഥലം വിട്ടുകൊടുക്കുന്ന അവിടുത്തെ തന്നെ ആളും, അവർക്കൊരു അടിസ്ഥാനപരമായ ഉത്തരവാദിത്വമുണ്ട്. അവിടുത്തെ ആളുകളെ ഇത്തരത്തിലുള്ളൊരു കാര്യം വരുമ്പോൾ അറിയിക്കാനും അവരുടെ അഭിപ്രായം തേടാനും. പ്രത്യേകിച്ച് ഇതിൽ നിന്നുണ്ടാകുന്ന പ്രത്യാഘാതം നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഇപ്പോഴും തെളിയിക്കപ്പെട്ടൊരു സത്യമാണ്. ഇതിൽ നിന്നും വലിയ രീതിയിലുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സുകളും അത്തരത്തിലുള്ള തരംഗങ്ങൾ ഇപ്പോഴും ആളുകളുടെ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു രീതിയാണ്. ഇനി അതിൽ തന്നെ പല തർക്കങ്ങൾ നിലനിൽക്കെ, എന്നിരുന്നാലും ആളുകളുടെ ഇടയിൽ ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട വലിയൊരു ആശങ്കയുണ്ട്. അപ്പോൾ ഈ ആശങ്ക പരിഹരിക്കുന്നതിനും ആളുകളോട് അഭിപ്രായം തേടുന്നതിനുമുള്ള ഒരു അടിസ്ഥാനപരമായ ഉത്തരവാദിത്വം കമ്പനിക്കും ഇത് വിട്ടുകൊടുത്ത സ്ഥലത്തിൻ്റെ ഉടമയ്ക്കുണ്ട്. പക്ഷെ ഇതൊന്നും അവിടെ പാലിക്കാതെ ഒരു സുപ്രഭാതത്തിൽ ഇവർ വന്ന് ഇതിനെടുത്ത സ്ഥലത്ത് വന്ന് ഇതിൻ്റെ പണി ആരംഭിക്കുക. ഇതിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന വീട്ടുകാർ പോലും ഈ പണി തുടങ്ങാൻ വേണ്ടി അളക്കം വരുമ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ ഒരു ടവറിന് അനുമതി കൊടുത്തിട്ടുണ്ട്, ഇവർ തമ്മിലൊരു ധാരണ എത്തിയിട്ടുണ്ട്. അപ്പം അവിടുത്തെ പ്രത്യേകിച്ച് തോട്ടം തൊഴിലാളികൾ, ദിവസക്കൂലിക്ക് പോകുന്ന ആളുകൾ, ഇവരെല്ലാം മനസ്സിൽ വലിയ ആശങ്കയും കാര്യങ്ങളൊക്കെ വരും. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മളൊരു കളക്ടർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, നിലവിലെ മുഖ്യമന്ത്രിക്ക് നമ്മളൊരു പരാതി കൊടുത്തു, കളക്ടർക്ക് വലിയൊരു മാസ് പെറ്റീഷൻ തന്നെ കൊടുത്തു. അപ്പോൾ അതിനുമായിട്ട് ബന്ധപ്പെട്ട് പല ഡിപ്പാർട്ട്മെൻറ്റിലേക്കും, തഹസിൽദാർ ഉൾപ്പെടെ വില്ലേജ് ഓഫീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ഇതിൻ്റെ അന്വേഷണത്തിന് വേണ്ടി കൊടുത്തിരിക്കുന്നു.
ഇതുവരെ ഇതിൻ്റെ ഈ പൂർണ്ണമായിട്ട് നമ്മൾ കൊടുത്ത പരാതിന്മേൽ ഒരു പൂർണ്ണ തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷെ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടാകാതിരിക്കുകയും എന്നാൽ മറ്റൊരു ഭാഗത്ത് ഇവർ ഓരോ ദിവസവും ഇവരുടെ JCB അയക്കുന്നു, ഇതിന്റെ അളവെടുപ്പ് നടക്കുന്നു, 2 പേരെ അയക്കാൻ വെക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു വശത്ത് ഇവർ ഈ ടവർ നിർമ്മിക്കാനുള്ള പ്രവർത്തനങ്ങൾ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുക. സ്വാഭാവികമായിട്ടും അതിന്റെ ചുറ്റുമുള്ള ആളുകൾ ഇതിനെ എതിർക്കുന്നതിന് വേണ്ടി ഇതിനെതിരെ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ടുള്ളൊരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ദിവസക്കണക്കിന് ഈ വലിയപാറ എന്ന പ്രദേശത്ത് ഒരു സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന പോലെയാണ്. അതായത് ഈ ടവർ പണിക്ക് വരുന്ന തൊഴിലാളികളും അവിടുത്തെ ജനങ്ങളുമായിട്ട് ദിവസക്കണക്കിന് ഇങ്ങനെ ഒരു സംഘർഷാവസ്ഥ ഉണ്ടാകുകയാണ്. ഇതിന്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ചു, ഈ സാധാരണക്കാർക്ക് അവരൊരു ദിവസം പണിക്ക് പോയാൽ മാത്രമേ അവരുടെ വീട്ടിലെ ചെലവുകൾ കഴിയാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഈ സംഘർഷാവസ്ഥ നിലനിൽക്കുന്നത് കൊണ്ടും പോലീസുകാർ വരുന്നത് കൊണ്ടും ഇവർക്ക് പണിക്ക് പോകാത്ത അവസ്ഥയാണ്. ഇവരുടെ ദൈനംദിന ജീവിതത്തെ തന്നെ ഇത് വലിയ രീതിയിൽ ബാധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഈ വാർത്താ സമ്മേളനം വിളിക്കാൻ തന്നെയുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ ഇതൊരു ജില്ലാ കളക്ടർക്ക് പരാതി കൊടുക്കുകയും അതിന്റെ ഭാഗമായി പല അന്വേഷണങ്ങൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതുവരെ ഒരു അന്തിമ തീരുമാനവും ഇക്കാര്യത്തിലുണ്ടായിട്ടില്ല. ടവർ നിർമ്മാണക്കാർ ഇതൊന്നും പരിഗണിക്കാതെ ദിനംപ്രതി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുവാനുള്ള ശ്രമത്തിലാണ്. നിർമ്മാണ പ്രവർത്തനവുമായി എത്തുമ്പോൾ ജനങ്ങളെ എതിർക്കുകയും അതേ തുടർന്ന് ഈ പ്രദേശത്ത് സംഘർഷാവസ്ഥ ഉണ്ടാകുകയും അത് ക്രമസമാധാന പ്രശ്നമാകുകയും ചെയ്യുന്നു. ഇത് സാധാരണക്കാരായ അവിടുത്തെ ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ ആകെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. വാർത്താസമ്മേളനത്തിൽ അനീഷ് കെ സ്റ്റാലിൻ, സ്റ്റെബിൻ ബാബു, കെ ഗോപാലകൃഷ്ണൻ, സോമൻ നായർ മാവറ എന്നിവർ പങ്കെടുത്തു. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹോം അപ്ലയൻസുകൾക്കും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സുകൾക്കും പുറമെ 52,000-ലധികം എസൻഷ്യൽ പ്രോഡക്റ്റുകൾ ഉൾപ്പെടുത്തി ഏറ്റവും വലിയ ഷോപ്പിംഗ് എക്സ്പീരിയൻസിനെ ഹൈറേഞ്ച് ഹൈപ്പർമാർട്ട് ഷോറൂമിലൂടെ ഏറ്റവും വലിയ കളക്ഷനുകളും മറ്റാർക്കും നൽകാനാവാത്ത ഓഫറുകളും ഉൾപ്പെടുത്തി ഫാം ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, മീറ്റ്സ്, ഗ്രോസറി, ക്രോക്കറി, ഗിഫ്റ്റ് ഐറ്റംസ്, കിച്ചൺ അപ്ലയൻസുകൾ, ബ്യൂട്ടി പ്രോഡക്റ്റുകൾ, ഇന്ത്യയിലുടനീളമുള്ള എല്ലാ ബ്രാൻഡുകളുടെയും ഹോം അപ്ലയൻസുകൾ, മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പ് എന്നിങ്ങനെ എല്ലാം ഒരിടത്ത് ഒന്നിക്കുന്നു. മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ. ഇനി പലയിടത്തല്ല, എല്ലാം ഒരിടത്ത്. ഹൈറേഞ്ച് ഹൈപ്പർമാർട്ട്, കട്ടപ്പന, ചെറുതോണി, അനക്കര, ഏലപ്പാറ.